അല്ലേ കൂട്ടുകാരി അസ്സലാമലൈക്കും. നമുക്കിന്ന് ഞണ്ട് കിട്ടിയിരിക്കണ കറി വെക്കാം. അപ്പോൾ ഒരു ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ബെല്ലുണ്ട്, സിഡി, മുള്ളൻ, അങ്ങനത്തെ ആ മീനുണ്ട്. പിന്നെ പച്ചക്കായ, റോബസ്റ്റിൻ്റെ പച്ചക്കായാണ്. അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ വിചാരിച്ച്. പിന്നെ വാഴക്കൻ്റെ തോടുണ്ട്, അതും കൂട്ടാൻ പറ്റും. അതങ്ങനെ വെക്കാൻ വിചാരിച്ചു. അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാണ്. പച്ചമുളക്, തക്കാളി, ഉള്ളി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് പച്ചക്കാക്കിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞണ്ട് കറി വെക്കാണ്. ഞണ്ട് അതിലിട്ടുണ്ട് ഇട്ട് പിന്നെ തക്കാളി, ഉള്ളിയൊക്കെ ഇട്ട് വാർത്തൊന്നും ചെയ്യാതെ വെക്കുകയാണ്. തേങ്ങ വരച്ചാണ് വെക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തക്കാളി ഒന്നിങ്ങനെ പൊടിയാൻ വേണ്ടിയിട്ടാണ് കാട്ടാത്തതുകൊണ്ട് പിന്നെ പൊടികളൊക്കെ ഇടണങ്ങി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, 1 സ്പൂൺ മുളകും പൊടി, ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് ഉലുവ, ഒരു നുള്ളു ഉലുവ, ഒരു നുള്ളു നല്ല ജീരകം, 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി. പിന്നെ കറി അടുപ്പത്ത് വെച്ചിട്ടു. എൻ്റെ കറിയായിക്കും ഉപ്പ് പാകത്തിനിട്ടാണ് ഉപ്പിട്ട്. പിന്നെ ഇത് വെച്ചാണ് ഉപ്പേരിക്കുള്ളത്. അത് വേവിച്ചിട്ടാണ് പിന്നെ വെക്കുക. അപ്പം അതിലും പാകത്തിന് ഉപ്പിട്ട് വേവിക്കുകയാണ് അടുപ്പത്തൊക്കെ വെച്ച. കുറച്ച് തേങ്ങ ഞണ്ടിലേക്ക് വറുത്തരക്കായി വെച്ചപ്പം ലേശം തേങ്ങ ഒന്ന് വറുക്കുക. അതിൽ ഇത്തിരി കരിവേപ്പിൻ്റെ ഇല, കുറച്ച് ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളി, ലേശം പെരുംജീരകമൊക്കെ ഇട്ടുണ്ട്. ഒക്കെ ഇട്ടിട്ടാണ് ഒന്ന് വറുക്കുന്നത്. കുറച്ചേ ഉള്ളൂ. നമുക്ക് വറക്കാം. അങ്ങനെ നമ്മളെ തേങ്ങൻ്റെ ഓർമ്മ വല്ല ശരിയായി. ഇവിടെ കൂടെ തന്നെ ഉപ്പേരിയും കൂടെ റെഡിയാക്കാം. ഉപ്പേരിക്ക് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചെടുത്ത് ചുവന്നുള്ളി ഇതുണ്ട്, ചെറിയ ഉള്ളി, പിന്നെ കരിയേപ്പിൻ്റെ കഴിഞ്ഞായി മറ്റൊന്ന് വച്ച ചെറിയ കരിയേപ്പിൻ്റെ അതും കൂടെ തേങ്ങ ഒതുക്കിയതാണ്. തേങ്ങ പച്ചമുളക് പൊടി ഒന്ന് ഒതുക്കിയതാണ്. അത് ഒന്നായി ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുകയാണ്. വേറെ വേവിച്ചിനകത്ത് ഇതിലേക്ക് ചെരിയാണ്. ഉപ്പേരി അവിടെ റെഡിയായി. കറിയൊക്കെ വെന്ത് തേങ്ങ അരച്ച് കൊടുക്കുകയാണ്. വറുത്തരച്ചതാണ് തേങ്ങ. തേങ്ങയൊക്കെ വന്ന് പിന്നെ കറി റെഡിയായി. ഞണ്ട് കറി റെഡിയായി. ഞണ്ട് കറി റെഡി. ഉപ്പേരിയും ഞണ്ട് കറിയും ആയി. ഇങ്ങനെ പപ്പടം പൊരിക്കുകയാണ്. മീനും കൂടെ പൊരിക്കാനുണ്ട്, അതുകൂടെ ഉണ്ടാക്കാണ്. നാല് പപ്പടം പൊരിക്കാനുള്ളൂ. 4 പപ്പടം മതി.
മീൻ അങ്ങനെ മീൻ റെഡിയായി നമ്മളെ ഉഷാറായി പൊരിഞ്ഞിപ്പോൾ. നമ്മളെ ചോറും കറിയൊക്കെ റെഡിയായി. മീൻ പൊരിച്ചത്, ഞണ്ട് കറി, ഉപ്പേരി, വാഴക്കത്തോട്, പപ്പടം, ചോറ്, അങ്ങനെ എല്ലാം റെഡിയായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും വായോ ചോറ് തിന്നാൻ, എല്ലാവരും വന്നോളി. അടിപൊളി ചോറും കറിയാണ്.